ആഗ്രയിൽ യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു. യുവതിയെ പ്രതി കൊലപ്പെടുത്തിയത് തലയറുത്തു മാറ്റിയാണ്. ലക്നൌവിലാണ് സംഭവം നടക്കുന്നത്. ആഗ്ര സ്വദേശിനിയായ മിങ്കി ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ വിനയ് രജ്പുത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാകും വിനയ് ശർമ്മ യുവതിയെ ഇത്ര ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ഇരുവർക്കുമിടയിലുണ്ടായ പ്രശ്നം അതെന്തായിരിക്കും? ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ HR മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു മിങ്കി ശർമ്മ. ജനുവരി 23-ന് പതിവ് പോലെ ജോലിക്ക് പോയതായിരുന്നു മിങ്കി. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയമായിട്ടും മിങ്കി എത്താതെ വന്നതോടെ കുടുംബം ട്രാൻസ് യമുന പോലീസിൽ പരാതി നൽകി. ആഗ്ര നഗരത്തിലെ എല്ലായിടത്തും പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തി. പ്രധാന റോഡുകളിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് അരിച്ചു പെറുക്കി. എന്നിട്ടും മിങ്കി എങ്ങോട്ട് പോയെന്നോ മിങ്കിക്ക് എന്ത് സംഭവിച്ചെന്നോ ഉള്ള ചോദ്യത്തിന് ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. മിങ്കിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ജനുവരി 24-ന് പുലർച്ചെ 1 മണിയോടെ പാർവതി വിഹാറിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടത്. ചാക്ക് തുറന്നപ്പോൾ ശിരസറ്റ നിലയിലുള്ള ഒരു യുവതിയുടെ മൃതദേഹമാണ് പോലീസ് അതിനുള്ളിൽ കണ്ടത്. പോലീസും ചുറ്റും കൂടി നിന്നവരും അടക്കം ഞെട്ടിപ്പോയ ഒരു കാഴ്ചയായിരുന്നു അത്. തുടർന്നാണ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ഈ പരിശോധനയിലാണ് മിങ്കി ശർമ്മയുടെ സ്കൂട്ടറിൽ ഒരാൾ ചാക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതായിരുന്നു ഈ കേസിന്റെ വഴിത്തിരിവ്. ആ ദൃശ്യത്തിലുള്ളത് മിങ്കിയുടെ സഹപ്രവർത്തകൻ വിനയ് രജ്പുത്താണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പിന്നാലെ തന്നെ വിനയ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു വിനയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മിങ്കിയുടെയും വിനയുടെയും ചില സഹപ്രവർത്തകർ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. शक है, हमको शक विनय पे था और भी काफी लोगों पे शक। विनय जो आरोप लगा रहा है वो आपको क्या लगता है? इस तरह की कोई उनसे कोई जो आरोप लगवा रहा है, हमको ऐसा लगता है विनय को किसी ने ये कहा हो कि अभी आप ये कर लो, मेन हेड विनय को रख दिया हो, विनय से कहा हो कि आप ये कर लो, हम आपको 4-5 महीने बाद आपको सेव कर दें। ऐसा कुछ भी नहीं है। बताया जा रहा है कि वो दोनों एक ही स्कूल से पढ़े हुए हैं, एक ही कॉलेज में पढ़ते थे। ऐसा कुछ भी नहीं है। वो मिंकी उसके ऑफिस में काम करता था, उसी तरह से जानती है, बस 2 साल से, और पहले उसे जानती ही नहीं। ഇതാണ് സഹപ്രവർത്തകരുടെ പ്രതികരണം. കൊല്ലപ്പെട്ട മിങ്കിയും യുവാവും തമ്മിൽ വളരെ കാലമായി അടുപ്പത്തിലായിരുന്നു. വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ആ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയത് മിങ്കിക്ക് മേൽ വിനയ്ക്കുണ്ടായ സംശയമാണ്. ആ സംശയമാണ് മിങ്കിയെ കൊന്നുകളയാൻ വിനയെ പ്രേരിപ്പിച്ചത്. വിനയുടെ സംശയം കാരണം ഓഫീസിൽ വെച്ച് ഇതേ കാര്യം പറഞ്ഞ് യുവതിയുമായി പലതവണ വഴക്കിട്ടിരുന്നതായും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. मिंकी शर्मा के साथ काम करने वाला एक युवक जिसका नाम विनय सिंह है, जो इनके साथ पिछले 2 साल से काम करता था, और कुछ इनकी आपस में अनबन हुई. अनबन होने के बाद ये मिंकी से शादी करना चाहता था. मिंकी उस शादी को रेजिस्ट कर रही थी, और उस दिन जब ये अपने ऑफिस आई तो ऑफिस आने के बाद उस व्यक्ति ने, विनय सिंह ने, इसकी निर्ममता से हत्या कर दी. സംഭവ ദിവസവും ഇരുവരും ഇതേ ചൊല്ലി ഓഫീസിൽ വെച്ച് വലിയ തർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. തുടർന്ന് യുവതിയെ വിളിച്ചു വരുത്തിയ പ്രതി കത്തി ഉപയോഗിച്ച് മിങ്കിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. മിങ്കിയെ കൊന്നിട്ടും പക തീരാതിരുന്ന വിനയ് ഒടുക്കം ആ ശരീരത്തിൽ നിന്ന് തല അറുത്തുമാറ്റുകയായിരുന്നു. അറുത്തുമാറ്റിയ തലയും ബാക്കി ഭാഗവും 2 ചാക്കുകളിലാക്കി യുവതിയുടെ സ്കൂട്ടറിൽ തന്നെ പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. പെട്ടെന്നൊന്നും പോലീസ് പിടിയിലാകാതിരിക്കാനാകാം വിനയ് മിങ്കിയുടെ അറുത്തുമാറ്റിയ തല പാലത്തിന് സമീപത്തെ അഴുക്കുചാലിലേക്കും ശരീരം പുഴയിലേക്കും എറിഞ്ഞു കളഞ്ഞത്. സംഭവത്തിന് ശേഷം സംശയം തോന്നാതിരിക്കാൻ യുവതിയുടെ കുടുംബാംഗങ്ങളുമായും പ്രതി ആശയവിനിമയം നടത്തിയെന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. യുവതിയെ കാണാനില്ലെന്ന പരാതി നൽകാനടക്കം പ്രതിബന്ധുക്കളെ സഹായിക്കുകയും ചെയ്തു.
വിനയ് എന്ന കൊടും ക്രിമിനലിന് നിയമം അനുശാസിക്കുന്ന അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.